കേരള ജനത പൊറുക്കില്ല. കേരള ജനത പൊറുക്കില്ല. കേരളം എന്താ ഇന്ത്യയിലല്ലേ? കേരളം എന്താ ഇന്ത്യയിലല്ലേ? 400ഓളം മനുഷ്യജീവൻ കുത്തിയൊലിച്ച് പോയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ഒന്നും തന്നില്ല. നമ്മൾ അവസാനം ഹൈക്കോടതി പോകേണ്ടി വന്നില്ലേ? ഹൈക്കോടതി ചോദിച്ചില്ലേ നിങ്ങൾ എന്തേ കൊടുത്തു? എന്താ ഉത്തരവുണ്ടോ? ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് അവരുടെ ഉത്തരം. അതാണ് ഈ കേന്ദ്ര BJP കേരളത്തിലെ ജനങ്ങളോട്, മുഴുവൻ മനുഷ്യരോട് കാണിച്ച ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ കാണിച്ചെത്തി. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, നമ്മുടെ ഇപ്പൊ 2221 കോടി രൂപ നഷ്ടം എന്നുള്ള നിരക്ക്. ആ നഷ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഉണ്ട്, നഷ്ടത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഈ 2221 കോടി ഉണ്ട്. നമ്മൾ ഈ പത്രക്കാർ ഇവിടെ ഉണ്ട്. ഇവരെ പേടിക്കണം. എന്താ വെച്ചാൽ നമ്മളെ മാധ്യമങ്ങളുടെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ സങ്കീർണതകളൊക്കെ വെച്ചിട്ടല്ലേ ഒരു ദുരിതാശ്വാസത്തിൻ്റെ സഹായം വേണമെന്നുള്ള കള്ളാസുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ല, മുലപ്പാലിൽ ഉപ്പ് നോക്കാതിരിക്കുന്ന ഇവന്മാരും പോയിട്ട് ഈ ചോദിച്ചത് അധികമാണ്. ലോകത്ത് ഇങ്ങനെ ഒരു കൂട്ടുണ്ടോ? നമ്മൾ പിണറായിനെ കുറിച്ചുള്ള കുറ്റാണിത്. ഈ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ പിണറായി ചോദിച്ചത് അധികമായിപ്പോയി. വല്ലതും തന്നോ? ആർക്കാ കുറ്റം? ചോദിച്ച പിണറായിക്ക് കുറ്റം. തരാത്ത മോഡിന്റെ മുന്നിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്ന മാധ്യമ മുതലാളിമാരാണ് ഇവിടെയുള്ളത്. മനസ്സിലാക്കണം. അവരുടെ അടുത്ത് ശമ്പളം വാങ്ങിയിട്ട് അവർ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സംശയം. ചോദിച്ച പിണറായിക്ക് കുറ്റും, തരാത്ത മോഡിക്ക് ഗുണു. എന്താ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്? ഞാൻ സത്യത്തിൽ എനിക്ക് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭയങ്കര ബഹുമാനമാണ്. അതിനേക്കാൾ സ്നേഹം കാണുമ്പോൾ തന്നെ എന്തൊരു നല്ല ചെറുപ്പക്കാർ ഈ വെയിലത്ത് മഴയത്ത് പിന്നെ ആ ദുരന്ത സ്ഥലത്ത് പിന്നെ രാവിലെ ചിലപ്പോൾ നമ്മൾ എണീറ്റ് നടക്കാൻ പോകുമ്പോൾ അവിടെ ഇതേറ്റ് നിൽക്കുന്നുണ്ടാവും. 5:30 മണിക്കൊക്കെ എണീറ്റിട്ടാ ജോലിയുണ്ട്. ഇനി ശമ്പളം കിട്ടൂല. രാവിലെ 5:30 മണിക്കൊക്കെ ഉണ്ടല്ലോ വടി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. നല്ലപ്പോൾ ഡൽഹിയിലൊക്കെ ചെന്നാൽ കൊടും തണുപ്പിൽ ആ പാർലമെന്റിന്റെ മുന്നിൽ ഒരു 10-25 പത്രക്കാരെ വണ്ടി കൊണ്ടിട്ട് ഈ വടി പിടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ ഈ തണുപ്പത്ത്. ജീവിക്കാൻ വേണ്ടിയില്ലേ നിൽക്കുന്നത്? ഏതാണ്ട് അതിർത്തിയിൽ പട്ടാളക്കാർ നിൽക്കണ മാതിരിയാണ് ഇവർ നിൽക്കുന്നത്. അത്രയും വലിയ സേവനം നടത്തുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ആ സേവനത്തിൻ്റെ ഗുണം മുഴുവൻ നരേന്ദ്രമോദിക്കും ഇജാതി തെറ്റായി പെരുമാറുന്നവർക്കൊന്ന് മാത്രം. അതാണ് അതിലൊരു സങ്കടം. ഇവരോട് ഇപ്പോൾ ദൂരമൊന്നുമില്ല. പക്ഷെ നോക്കൂ, എന്തൊരു ഇതാ ചെയ്തത്. നമ്മൾ പൈസ വെച്ചതിൻ്റെ കണക്ക് ഇതാണ്. എന്നിട്ട് അടിച്ച് ഇറക്കി കളഞ്ഞില്ലേ? കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള സമീപനത്തിൻ്റെ പശയായിരുന്നു. ഒന്നും തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്നൊരു പ്രവർത്തനമായിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രതിപക്ഷം നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തും. ഇവിടെ പ്രത്യേകത ഉണ്ട്. എന്തൊരു അവസരം കിട്ടിയാലും ഇടതുപക്ഷത്തെ പിണറായി അതിനെ കുറ്റപ്പെടുത്താനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഫെഡറൽ സംവിധാനം തകർത്ത് വയനാട്ടിൽ പോലും ധനസഹായം നൽകാത്ത ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. അല്ല, ഇത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുത്തിരിക്കുക. സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുത്ത കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് കേരള സംസ്ഥാനത്തെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു നിലപാട് ഇപ്പോൾ കേന്ദ്രം സ്വീകരിക്കുകയാണ്. അതാണ് ആ കേന്ദ്ര അവഗണനയുടെ ആഴം. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 57,400 കോടി രൂപ, 57,000 കോടി രൂപ ഇപ്പോൾ നമ്മളതങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും തരില്ല. അങ്ങനെയാണ്. ഇപ്പോൾ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം ഉണ്ടായി, 2221 കോടി രൂപ തരണം എന്ന് കത്ത് കൊടുത്താൽ, കത്ത് വായിച്ചാൽ അവിടുന്ന് അപ്പോൾ ഒരു കത്തയക്കും. അതിൽ ആ 3-ാമത്തെ ഭാഗം ഒന്നും കൂടി വിശദീകരിക്കണം. അപ്പോൾ പിണറായി അത് വിശദീകരിച്ച് അങ്ങോട്ട് അയച്ചാൽ അപ്പോൾ ഒരു കത്തയക്കും. അതിൽ 6-ാമത്തെ ഭാഗത്തിൻ്റെ 3-ാമത്തെ വരിയിലെ 4-ാമത്തെ വാക്കൊന്ന് മാറ്റണം. അത് മലപ്പുറപ്പാക്കിയ കേന്ദ്രം ഇവിടെ എന്തിനാ ഒന്നും തരാതിരിക്കാനുള്ള കത്താത്. ഈ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രത്യേകത അറിയോ? കേരളം ആവശ്യത്തിന് രേഖകൾ കൊടുക്കുന്നില്ല.
ലോകാവസാനം വരെ രേഖ കൊടുത്താൽ തീരാത്ത രേഖയാണ് ഈ കേന്ദ്രം ചോദിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല കേട്ടോ ഇവർ എഴുതുന്നത്. നമ്മളൊരു തൊട്ടണം മനസ്സിലാക്കുക, എപ്പോഴും മനസ്സിലായിക്കൊള്ളണം. നമ്മളെ പല ആൾക്കാർക്ക് തന്നെ അറിയില്ല, ചോദിക്കുന്നില്ല, ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. അവിടെ ഇങ്ങനെ പണം നിറഞ്ഞു നിൽക്കുകയാണ്, അത് മേടിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ